ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. പാലട പായസത്തിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് ടൈപ്പാണോ ഉള്ളത് അതെടുത്താൽ മതി. ഇനി അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ക്യാരമൽ ഇതുപോലെ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായിക്കോളും. ഇനി ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതുപോലെ പാല് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ പാസ്തയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുത്തതുകൊണ്ട് ഓൾറെഡി ഇതിൽ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്